സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 4, 12 തിരുവചനം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സത്യവേദ പുസ്തകത്തിലെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ മർത്യൻ്റെ രക്ഷയുമായി ബന്ധപ്പെട്ട്, അഥവാ മനുഷ്യൻ്റെ നിത്യതയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന വസ്തുതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു നിത്യസത്യമായ യാഥാർത്ഥ്യമാണ്. ഓരോ മനുഷ്യൻ്റെയും ഈ ഭൂമിയിലെ വാസം താൽക്കാലികമെന്നും സ്വർഗവാസം നിത്യമെന്നും തിരുവചനം ഓർപ്പിക്കുന്നു. ഈ ലോക ജീവിതം ക്ഷണികമെന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നിത്യതയെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ചിന്തിപ്പിക്കുന്നത്. നമ്മുടെ ഈ ശരീരം നശ്വരവും നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് നിത്യമെന്നും സ്വർഗവും നരകവും യാഥാർത്ഥ്യമെന്നും അനേകർ അംഗീകരിക്കുന്നില്ല. എന്നാൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്, നിലനിൽക്കുന്ന നിത്യസത്യമാണ്. മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ ഒരു വഴി ദൈവം ഒരുക്കിയിരിക്കുന്നു. മനുഷ്യന് പാപക്ഷമ പ്രാപിക്കുവാൻ, അഥവാ പാപമോചനം പ്രാപിക്കുവാൻ ദൈവം ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. അതിനുള്ള ഏക മാർഗം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസമാണ് മർത്യൻ്റെ രക്ഷയ്ക്ക് കാരണമായി ദൈവം പറയുന്നത്. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് മാനവരാശിയെ അവരുടെ പാപങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുവാനാണ്. ഏതോ ഒരു മതം സ്ഥാപിച്ച് കുറേ പേരെ തൻ്റെ കൂടെ ചേർക്കുവാനല്ല ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തു മാർഗമല്ല, അഥവാ ക്രിസ്തു മാർഗമല്ലാതെ മാനവരക്ഷയ്ക്ക് ദൈവം ഒരു മാർഗവും നൽകിയിട്ടില്ല. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിലൂടെ നിത്യതയിൽ പ്രവേശിക്കുവാൻ ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് കുരിശിൽ മരിച്ച പാപ പരിഹാര ബലിയാണ് മാനവരക്ഷയ്ക്ക് നിദാനം. അതിലൂടെ മർത്യൻ്റെ പാപവും ശാപവും മർത്യൻ്റെ ശത്രുവായ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളും നശിക്കുന്നു. അഥവാ യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ആശ്രയം, ഇത് നമ്മെ നിത്യതയിലേക്ക് കടക്കുവാനുള്ള വഴികാട്ടുന്നു. അതുകൊണ്ട് തന്നെ നാം ആ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ആ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
അതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.